ഒരു യാചകൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിൽ കൂടി പോകുകയായിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നും രാജാവിന്റെ രഥം വരുന്നതായി അയാൾക്ക് തോന്നി. അയാൾ രാജാവിന്റെ ഔദാര്യം പ്രതീക്ഷിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ യാചകൻ നിന്ന സ്ഥലത്ത് തന്നെ രാജാവിന്റെ രഥവും വന്നു നിന്നു. രാജാവ് എത്രയും സ്നേഹത്തോടു കൂടി ആ യാചകനെ ഒന്ന് കടാക്ഷിച്ചു. തന്റെ ആയുസ്സിലെ ഒരു വലിയ ഭാഗ്യം ലഭ്യമായെന്ന് ആ സാധു വിചാരിച്ചു. രാജാവ് യാചകന്റെ അടുക്കിലേക്ക് കൈ നീട്ടിക്കൊണ്ട് എനിക്ക് തരുവാൻ നിന്റെ പക്കൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. രാജാവ് തന്നെ പരിഹസിക്കുകയാണോ? ഏതായാലും ആ സാധു പാണ്ഡമഴിച്ച് ഒരു മണി ധാന്യമെടുത്ത് രാജാവിന്റെ കയ്യിൽ വിനയപൂർവ്വം നിക്ഷേപിച്ചു. രാജാവ് നന്ദിയോടെ ആ ധാന്യം വാങ്ങിക്കൊണ്ട് യാത്രയാവുകയും ചെയ്തു. ഭിക്ഷക്കാരൻ വീട്ടിലെത്തി സഞ്ചി അഴിച്ച് കുടഞ്ഞിട്ടു. അപ്പോൾ കൂട്ടത്തിൽ ഒരു ചെറിയ സ്വർണ്ണമണി കണ്ടു. എന്റെ പാത്രത്തിലുണ്ടായിരുന്ന ധാന്യം മുഴുവനും ഞാൻ രാജാവിന്റെ കൈകളിൽ സമർപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിനായി നമ്മുടെ വിനീത ദാനങ്ങളെ സമർപ്പിക്കുന്ന പക്ഷം അവിടുന്ന് അവയെ രൂപാന്തരപ്പെടുത്തി തന്റെ ദിവ്യ മഹത്വത്തിനായി ഉപയോഗിക്കും.